നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അധികം ആർക്കും പരിചയമില്ലാത്ത ഒരു കേരള സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ്. അതായത് പ്രജ്വല ധനസഹായ പദ്ധതി, അതുമല്ലെങ്കിൽ പ്രജ്വല കണക്ട് ടു വർക്ക് എന്നും ഈ ഒരു പദ്ധതി അറിയപ്പെടും. കേരളത്തിലെ യുവതി യുവാക്കൾക്കായി സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രജ്വല ധനസഹായ പദ്ധതി. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യുവതി യുവാക്കൾക്ക് പ്രതിമാസം ഒരു ധനസഹായം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. പ്രധാനമായും പുതിയ ജോബ് സ്കില്ലുകൾ പഠിക്കുന്നവർക്ക്, അതുമല്ലെങ്കിൽ PSC, UPSC, SSC, ബാങ്ക് എക്സാമുകൾ, ഡിഫൻസ് എക്സാമുകൾ, ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, ഇത്തരത്തിലുള്ള ആളുകൾക്ക്, അതായത് പുതിയ സ്കില്ലുകൾ പഠിക്കുന്നവർക്കും കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കുമുള്ള ഒരു സർക്കാർ ധനസഹായ പദ്ധതിയാണ് പ്രജ്വല ധനസഹായ പദ്ധതി. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് പ്രജ്വല ധനസഹായ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ളത്, എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ആണ് ഈ ഒരു ധനസഹായ പദ്ധതി പ്രകാരം ലഭിക്കുന്നത്, കൂടാതെ ഈ പദ്ധതിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങളും അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസും എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. ബോസ് വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു സാമ്പത്തിക ധനസഹായ പദ്ധതിയാണ് പ്രജ്വല ധനസഹായ പദ്ധതി. പുതിയ തൊഴിൽ നൈപുണ്യങ്ങൾ പരിശീലിക്കുന്നവർക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്തതുമായിട്ടുമുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള യുവതി യുവാക്കൾക്കുള്ള ഒരു ധനസഹായ പദ്ധതിയാണ് ഇത്. ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചിലവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾ കോച്ചിങ്ങിന് പോകും. ആ കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് ഫീസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്നതിനായിട്ട് നമുക്ക് എന്തായാലും ചിലവുണ്ട്. ഒന്നും നമുക്ക് സൗജന്യമായിട്ട് കിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലെ? ഇത്തരത്തിലുള്ള ചിലവുകൾ വരുന്ന സമയത്ത് ആ ചിലവിന്റെ ഒരു പങ്ക് സർക്കാർ വഹിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ചിലവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സർക്കാർ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്, ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രജ്വല ധനസഹായ പദ്ധതി ആരംഭിച്ചത്. ഭാവി ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു ധനസഹായമാണ് പ്രജ്വല ധനസഹായ പദ്ധതി. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും, ഇതൊരു ലോണിന്റെ രൂപത്തിലാണോ വരുന്നത്? അതായത് നമുക്ക് ഈ പണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ വായ്പ അടക്കുന്നത് പോലെ നമുക്ക് വല്ല ജോലിയും കിട്ടിക്കഴിഞ്ഞാൽ ഈ പണം തിരിച്ചടക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാകാം. ഒരു തരത്തിലും തിരിച്ചടക്കേണ്ട ആവശ്യമില്ല. ഇത് പൂർണ്ണമായിട്ടും ഒരു ഗവൺമെന്റ് സപ്പോർട്ടാണ്. ഇതൊരു ലോൺ അല്ല, ഇതൊരു ധനസഹായമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം തിരിച്ചടക്കേണ്ട ആവശ്യവുമില്ല. പ്രതിമാസം 1000 രൂപയാണ് പ്രജ്വല ധനസഹായ പദ്ധതി പ്രകാരം ഒരാൾക്ക് ലഭിക്കുന്നത്. ഇത് ലഭിക്കുന്നത് ഒരു വർഷത്തേക്കാണ്, അതായത് 12 മാസത്തേക്കാണ് ഈ ഒരു ധനസഹായം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ സപ്പോർട്ട് കിട്ടുന്ന എമൗണ്ട് ഒരു വർഷത്തേക്ക് 12,000 രൂപ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കോച്ചിങ്ങോ കാര്യങ്ങളോ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് 12,000 രൂപ ഒരു വർഷത്തേക്ക് ഗവൺമെന്റിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ടിലേക്ക് പണം കൃത്യമായിട്ട് ക്രെഡിറ്റ് ആവുന്നു. ശ്രദ്ധിക്കുക, ഈ വീഡിയോ ഒരു ഇൻഫോർമേഷൻ മാത്രമാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാം. അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് എപ്പോഴും ഒഫീഷ്യൽ എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് വെബ്സൈറ്റ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രജ്വല ധനസഹായ പദ്ധതിയിലേക്ക് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. നിങ്ങൾ 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള യുവതിയോ യുവാവോ ആണെങ്കിൽ, നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രജ്വല ധനസഹായ പദ്ധതിയിലേക്ക് അപ്ലൈ ചെയ്യാം. 18 വയസ്സാണ് ഏറ്റവും കുറഞ്ഞ പ്രായം, 30 വയസ്സാണ് ഏറ്റവും കൂടിയ പ്രായം. ഇതിൽ കുറവോ ഇതിൽ കൂടുതലോ പ്രായമുള്ള ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് താമസിച്ച് ചെയ്യുന്നവർക്ക് ഈ ഒരു പദ്ധതി പ്രകാരം അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. കേരളത്തിൽ താമസിക്കുന്ന ആൾ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം വളരെ നിർബന്ധമാണ്. അതുകൂടാതെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത്. 1 ലക്ഷം രൂപയോ അതിൽ കുറവോ ആണ് വാർഷിക വരുമാനമെങ്കിൽ മാത്രമേ പ്രജ്വല ധനസഹായ പദ്ധതി പ്രകാരം ധനസഹായം ലഭിക്കുകയുള്ളൂ. അതുകൂടാതെ ഒന്നുകിൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള സ്കിൽഡ് ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ PSC, UPSC, SSC, ബാങ്കിങ്, റെയിൽവേ, ഡിഫൻസ് എക്സാമുകൾ, ഇത്തരത്തിലുള്ള ഏതെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുമായിരിക്കണം. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പദ്ധതിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾ മറ്റൊരു തരത്തിലുള്ള സ്കോളർഷിപ്പും നിലവിൽ ലഭിക്കുന്ന ഒരാളായിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യവും നിർബന്ധമാണ്. അതുകൂടാതെ ഈ പദ്ധതിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇതിനെല്ലാം പുറമെ വെരിഫിക്കേഷൻ ശേഷം മാത്രമേ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുകയുള്ളൂ. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ പ്രജ്വല ധനസഹായ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ. നമ്മൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന് ആധാർ കാർഡാണ്. രണ്ടാമത്തെ കാര്യം ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്. മൂന്നാമത്തെ കാര്യം വരുമാന സർട്ടിഫിക്കറ്റ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിലാണ് താമസിക്കുന്നത് എന്ന് തെളിയിക്കുന്ന അഡ്രസ് സർട്ടിഫിക്കറ്റ്. പിന്നീട് വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൂഫ് ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരാളാണ്, നിങ്ങൾ അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ആണ്, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ് സ്ഥാപന മേധാവിയുടെ ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ട്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ട് ഇതെല്ലാം കൃത്യമായിട്ട്
സ്കാൻ ചെയ്ത് ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഗൈഡാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം employment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക. അതിനുശേഷം രജിസ്റ്റർ ആൻഡ് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാകും. അത് മിക്കവാറും മലയാളത്തിൽ തന്നെയാണ് വെബ്സൈറ്റിൽ ഉണ്ടാവുക. നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതല്ല പുതിയൊരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾ അവിടെ പ്രജ്വല അല്ലെങ്കിൽ കണക്ട് ടു വർക്ക് സ്കീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് തിരയുക. അങ്ങനെ തിരഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം അവിടെ തുറന്നു വരും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് ഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. മാത്രമല്ല ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ എല്ലാ രേഖകളും കൃത്യമായിട്ട് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്യുക. സ്കാൻ ചെയ്ത് വെച്ച ഡോക്യുമെന്റിന്റെ കോപ്പികൾ ഉണ്ടല്ലോ, അതെല്ലാം കൃത്യമായിട്ട് അവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സബ്മിഷൻ ആണ്. സബ്മിഷന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമാണ്, വളരെ അക്യുറേറ്റ് ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്കീമുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നു. അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രജ്വല സ്കീം പ്രകാരം നിങ്ങൾക്ക് ധനസഹായം ലഭിക്കാനുള്ള യോഗ്യത ഉണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആയി തുടങ്ങും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സും നിങ്ങൾ സബ്മിറ്റ് ചെയ്യരുത്. അതായത് ഈ ഒരു സ്കീം പ്രകാരം എങ്ങനെയെങ്കിലും ധനസഹായം ലഭിച്ചേ പറ്റൂ എന്ന രീതിയിൽ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ അല്ലാത്ത ഡോക്യുമെന്റ്സ് ഒരു കാരണവശാലും ഇതിനകത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ആവും എന്ന് മാത്രമല്ല ലീഗൽ ആക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഉണ്ട്. സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം, വളരെ സത്യസന്ധമായിട്ട് മാത്രമേ ഈ ഒരു പദ്ധതി പ്രകാരം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഒരു സ്കീമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് 12 മാസത്തേക്ക് മാത്രമാണ്, ഒരു വർഷത്തേക്ക് മാത്രമാണ് നിങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു 12 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേറൊരു ജോലി ലഭിക്കുകയാണ് എന്നാണെങ്കിൽ ഈ ഒരു പദ്ധതി പ്രകാരം സഹായം ലഭിക്കുകയില്ല. അതുകൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതി പ്രകാരം ധനസഹായം ലഭ്യമാവുകയില്ല. അത് മാത്രമല്ല നിങ്ങൾ കൊടുത്തിരിക്കുന്ന വരുമാനവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച പണം റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. വെരിഫിക്കേഷനും ഗവൺമെന്റിന്റെ അപ്രൂവലിന് ശേഷം മാത്രമേ സെലക്ഷൻ നടക്കുകയുള്ളൂ. സോ കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ രഹിതരായിട്ടുള്ള, തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, സ്കിൽഡ് ട്രെയിനിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന 18-നും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കീമാണ് പ്രജ്വല ധനസഹായ പദ്ധതി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലർക്കും ഈ ഒരു സ്കീമിനെ കുറിച്ച് വലിയ ധാരണയില്ല. ഇങ്ങനൊരു സ്കീം ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ള കാര്യം പലർക്കും ധാരണയില്ല. അത്തരത്തിലുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കുക. ഈ employment.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വളരെ ജെന്യൂൻ ആയിട്ടുള്ള, വളരെ ഒത്തന്റിക് ആയിട്ടുള്ള, വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് സഹായം ലഭിച്ചു തുടങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.